ഭരണത്തിലിരിക്കുമ്പോൾ CPI എല്ലായ്പ്പോഴും LDF-ൽ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് CPIM-ന്. ഏറ്റവും ഒടുവിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, ആ വിവാദത്തിൽ പ്രതിപക്ഷം പറയുന്നതിനേക്കാളും രൂക്ഷമായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് CPI ആയിരുന്നു. അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ ഇതുവരെ CPIM-നെതിരെ പറയുന്നതെല്ലാം ശരിയാണ് എന്ന ധാരണ ഉറപ്പിക്കാൻ ഇടയാക്കി. CPIM-ഉം BJP-യും തമ്മിൽ ധാരണയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം പ്രതിപക്ഷത്ത് നിന്ന് കോൺഗ്രസ്, മുസ്ലിം ലീഗ് സംഘടനകൾ ആവർത്തിച്ച് ഉന്നയിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആരും അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ PM ശ്രീ വിഷയത്തിൽ CPI-യുടെ നിലപാട് ആ ധാരണ ഉറപ്പിക്കാൻ ഇടയാക്കി. ന്യൂനപക്ഷങ്ങൾ CPIM-ൽ നിന്ന് LDF-ൽ നിന്ന് അകന്നു പോകാൻ അത് പ്രധാനപ്പെട്ട കാരണമായി മാറുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ LDF ദയനീയമായി പരാജയപ്പെട്ടു. UDF വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. എന്താണ് UDF-ന്റെ വിജയകാരണം? ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ CPI-യുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും എല്ലാവർക്കും അറിയാം. തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്താണ് LDF. പ്രതിപക്ഷ നേതാവുണ്ട്, പിണറായി വിജയനാണ്. പക്ഷേ CPI പരസ്യമായി ഒരു ആവശ്യം ഉന്നയിക്കുന്നു, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI-ക്ക് നൽകണം എന്ന്. നേരത്തെ CPIM തന്നെയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും കൈകാര്യം ചെയ്തിരുന്നത്. രണ്ടുപേരും CPIM നേതാക്കളായിരുന്നു, CPIM MLA-മാരായിരുന്നു. പുതിയ ആവശ്യമാണ് ഉന്നയിച്ചത്. ആവശ്യം ഉന്നയിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. CPI ആവശ്യം ഉന്നയിച്ചത് പരസ്യമായിട്ടാണ്, അവിടെയാണ് പാളിയത്. പരസ്യമായി ആവശ്യം ഉന്നയിച്ച് CPIM-ന്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര നേതൃത്വത്തെ ഇടപെടിപ്പിച്ച് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നേടിയെടുക്കാൻ കഴിയും എന്നാണ് CPI കരുതിയത്. പരസ്യമായി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ CPI-ക്ക് പുറകോട്ട് പോകാൻ കഴിയില്ലല്ലോ, പിന്നെന്താണ് ചെയ്യുക, കൊടുത്തു കളയാം എന്ന് CPIM തീരുമാനിക്കും എന്നാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കരുതിയത്. ബിനോയ് വിശ്വം തന്നെയാണ്, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പരസ്യമായി പറഞ്ഞത്, ഇത്തവണ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI-ക്ക് കിട്ടിയേ തീരൂ എന്ന്. അങ്ങനെ പരസ്യമായി ഉന്നയിച്ചത് CPI-ക്ക് പറ്റിയ ആദ്യത്തെ പാളിച്ച. കീഴടങ്ങിയാൽ CPI-ക്ക് മുന്നിൽ നിരന്തരം കീഴടങ്ങേണ്ടി വരും എന്ന ചിന്ത CPIM-ന്റെ അണികളിൽ ഉണ്ടാക്കും. അത് CPIM-ന് വലിയ നാണക്കേടായി മാറും. CPI-യെ സംബന്ധിച്ച് പരസ്യമായി ഉന്നയിക്കാതെ LDF-ൽ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയെങ്കിലും ഉണ്ടാകുമായിരുന്നു. അതും നടന്നില്ല. CPIM തന്ത്രപരമായ നീക്കം നടത്തി. CPIM LDF-ലെ മറ്റു ഘടകകക്ഷികളുമായി ചർച്ച നടത്തി. എല്ലാ ഘടകകക്ഷികളും CPIM-ന്റെ നിലപാടിനോട് യോജിച്ചു. LDF യോഗത്തിൽ അക്കാര്യം എല്ലാ ഘടകകക്ഷി നേതാക്കളും പറയുകയും ചെയ്തു. CPI നേതാക്കൾ പറയുന്നത് അത് CPIM-ന്റെ തന്ത്രമാണ് എന്നാണ്. രാഷ്ട്രീയം തന്ത്രങ്ങൾ തന്നെയാണ്. ആര് വിജയിക്കുന്നു എന്നതിന് അനുസരിച്ചാണ് തന്ത്രങ്ങളുടെ വിജയവും രാഷ്ട്രീയ മുന്നണികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിജയവും. ഇവിടെ CPI-ക്ക് പാളിയത് എവിടെയാണ്? സമ്മർദ്ദം ചെലുത്തി പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നേടിയെടുക്കാം എന്ന ചിന്ത. അങ്ങനെ സമ്മർദ്ദത്തിന് ഇപ്പോഴേ വഴങ്ങിയാൽ അത് വീണ്ടും CPIM-ന് മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ CPI-ക്ക് വഴിയൊരുക്കും. അത് വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിലെത്തി CPIM. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉറപ്പിച്ചു പറഞ്ഞത്, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അതാരാകണമെന്ന് സ്പീക്കർക്ക് എഴുതി കൊടുക്കേണ്ടത് ഞാനാണ്. അത് CPIM നേതാവിൻ്റെ പേര് തന്നെയായിരിക്കും കൊടുക്കുക എന്ന് പറഞ്ഞു വെച്ചത്. ആദ്യമായിട്ടാണ് CPIM ഇത്തരമൊരു നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ് എന്നാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചിരിക്കുന്നത്. CPI-ക്ക് ഇനി LDF-ൽ തുടരണമോ വേണ്ടയോ എന്നതൊക്കെ തീരുമാനിക്കാം. കഴിഞ്ഞ തവണ തന്നെ CPI മുന്നണി വിട്ടുപോകുമെന്ന ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ മുന്നണി വിട്ടുപോയില്ല. UDF CPI-യെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10 വർഷം ഭരണത്തിലിരുന്ന പാർട്ടിയാണ് CPI. ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എങ്കിൽ അവർക്ക് UDF-നോടൊപ്പം ചേരാം, യാതൊരു പ്രശ്നവുമില്ല. ദേശീയ അടിസ്ഥാനത്തിൽ CPI കോൺഗ്രസുമായി സഹകരിക്കുന്നുണ്ട്. UPA സർക്കാരിൽ ഒരു ഘട്ടത്തിൽ പങ്കാളിയായിരുന്നു CPI. അതുകൊണ്ട് CPI-ക്ക് അതിൽ ഒരു വലിയ ചർച്ചയുടെയൊന്നും ആവശ്യമുണ്ടാകില്ല.
കോൺഗ്രസിനോടൊപ്പം ചേരണമെന്ന്, കോൺഗ്രസ് മുന്നണിക്കൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം CPI-യിൽ തന്നെയുണ്ട്. എന്തായാലും തർക്കം രൂക്ഷമാണ്. ഇനി CPI എന്ത് നിലപാടെടുക്കും എന്നത് നിർണായകവുമാണ്. LDF-ൽ നിന്ന് പുറത്തേക്ക് പോകുമോ, അതല്ല LDF-ൽ തുടരുമോ? ഇപ്പോൾ നിയമസഭയിൽ പാർലമെന്ററി പാർട്ടി യോഗങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല CPI. LDF യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ തന്നെ പറഞ്ഞത്. അത് തുടരുമോ, അതല്ല മറ്റെന്തെങ്കിലും സ്ട്രാറ്റജിയിലേക്ക് പോകുമോ, അതല്ല LDF യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുമോ? ഇതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും CPI തുടങ്ങി വെച്ച ഒരു തർക്കം CPI-ക്ക് തന്നെ വിനയായി മാറി എന്ന് പറയേണ്ടി വരും.